തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ തൊട്ടുപിന്നാലെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. അപ്പോൾ ഏറ്റവും അധികം തിരിച്ചടിയായി മാറിയത് സംസ്ഥാന സർക്കാർ നടത്തിപ്പോരുന്ന പല പദ്ധതികളുമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റംസാൻ വിഷു ചന്തകൾ തന്നെയാണ്. അതിന് പൂട്ടിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ. സംസ്ഥാന സർക്കാർ സബ്സിഡിയോടെ കൺസ്യൂമർ ഫെഡ് ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു മനസ്സിൽ കണ്ടിരുന്നത്. ഇത് മുന്നിൽ വരുമ്പോൾ റംസാൻ വിഷു ചന്തകൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ സ്വാധീനിക്കാനും പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാകും, അതങ്ങനെ മാറാൻ സാധ്യതയുണ്ട് എന്നിവ ഉള്ളതുകൊണ്ട് അനുമതി നിഷേധിച്ചിരിക്കുന്നുവെന്നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയിലാണ് കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെ സംസ്ഥാനത്തുടനീളമായി 250ഓളം റംസാൻ വിഷു ചന്തകൾ ആരംഭിക്കാനുള്ള തീരുമാനമായിരുന്നു കൺസ്യൂമർ ഫെഡ് തയ്യാറാക്കിയിരുന്നത്. പക്ഷേ അതിന് തടയിട്ട്, ഇതിന് പൂട്ടിട്ട് കമ്മീഷൻ രംഗത്ത് വന്നു. ഏപ്രിൽ 26-ന് തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഒരു സാഹചര്യത്തിൽ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ കൊടുത്താൽ അത് വോട്ടർമാരെ അങ്ങേയറ്റം സ്വാധീനിക്കാനൊരു കാരണമായി മാറിയേക്കാമെന്നാണ് ഇങ്ങനെ ഒരു നിരോധനം, ഒരു വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെ കമ്മീഷൻ കാരണമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കമ്മീഷന്റെ ഈ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിക്കുള്ള മറുപടി സത്യവാങ്മൂലത്തിലാണ് കമ്മീഷൻ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയത്. കേസ് വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കാനായിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിരവധി നടപടികൾ അത് നടത്തേണ്ടത് തിരഞ്ഞെടുപ്പ് സമയത്തല്ല, അതിന് നേരത്തെയാണ് അതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്. മുൻകാല സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷൻ ഇക്കാര്യം എടുത്തു പറയുന്നത്. കൃത്യമായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ 1 മാസ കാലയളവിനുള്ളിൽ തന്നെ ഇത് നടത്തണമെന്ന വാശി പിടിക്കരുതെന്നും അല്ലെങ്കിൽ അതിനുള്ള തീരുമാനം മുൻകൂട്ടി കാണണമെന്നുമായിരുന്നു കമ്മീഷന്റെ നിലപാട്. അധികാരത്തിലിരിക്കുന്ന പാർട്ടി, സർക്കാർ സംവിധാനങ്ങൾ തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ ദുരുപയോഗം നടത്തിയേക്കാമെന്നാണ് ആരോപണങ്ങൾ ഇനി ഭാവിയിൽ കേൾക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെയുള്ള ആരോപണം ഉയർന്നു കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. എല്ലാ പാർട്ടികൾക്കും തുല്യമായി തന്നെ മത്സരിക്കാൻ കഴിയുന്ന വിധത്തിൽ കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട്. അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മേൽക്കൈ ലഭിക്കരുത്, അനർഹമായ മുൻതൂക്കം കിട്ടാൻ പാടുള്ളതല്ല. ഭരിക്കുന്ന പാർട്ടിക്ക് അധികാരമുണ്ട് എന്നതുകൊണ്ട് അത് തിരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി, ചില പാർട്ടികളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പെരുമാറ്റച്ചട്ടത്തിലൂടെ വ്യക്തമാക്കുന്നതും ഇതുതന്നെയാണ്. ഏപ്രിൽ 8 മുതൽ ഏപ്രിൽ 14 വരെ 250ഓളം റംസാൻ വിഷു ചന്തകൾ തുറക്കാനുള്ള തീരുമാനം കൺസ്യൂമർ ഫെഡ് തീരുമാനിച്ചിരുന്നു. അതാണ് സംസ്ഥാനത്ത് ഇപ്പോൾ വലിയ തോതിൽ വിവാദമായി മാറിയിരിക്കുന്നത്. അതിനുവേണ്ടി 5 കോടി രൂപയാണ് സർക്കാർ സബ്സിഡിയായി അനുവദിച്ചത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചന്തകൾക്കുള്ള അനുമതി നിഷേധിച്ച് അതിന് പൂട്ടിട്ടത്. തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ അത് കഴിയുന്നതുവരെ ഇങ്ങനെയുള്ള നീക്കങ്ങളൊന്നും നടത്തരുത്, ഇത്തരത്തിലുള്ള പദ്ധതികൾ മാറ്റിവെക്കാനാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചിരിക്കുന്നത്.